സോഷ്യൽ മീഡിയയിൽ സുരേഷ് ഗോപിയുടെ ഒരു വീഡിയോ കണ്ടു. സുരേഷ് ഗോപിയുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിനെ ഒരാൾ ട്രോളണാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമാ ലോകത്ത് നടന്നത് പറഞ്ഞാണ് സുരേഷ് ഗോപി. അതിപ്പോൾ നിങ്ങൾ കേട്ടില്ലേ? ഞാനത് വീഡിയോ വയ്ക്കാം. ആ വീഡിയോ വെച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ. ധർമ്മിഷ്ഠനാണ്, വാരിക്കോരി കൊടുക്കുന്നവനാണെന്നൊക്കെ പറഞ്ഞിട്ട് സിനിമയിൽ നിൽക്കുന്ന ആളാണ്. 17 ലക്ഷം രൂപ കൊടുക്കാനുള്ള ഒരു പ്രൊഡ്യൂസറോട് എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. ആ പൈസ കൊണ്ടുവന്നല്ലാതെ ഞാൻ ഈ സിനിമ ഡബ് ചെയ്ത് തരില്ല. അങ്ങേരുടെ കിടപ്പാടം എഴുതി വിറ്റ് അയാൾ പൈസ കൊടുത്തിട്ടുണ്ട്. പ്രൊഡ്യൂസറുടെ കയ്യിൽ നയ പൈസ ഇല്ല. എന്നാൽ ഒരു ബിഗ് ഷോട്ടോ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസറേ അല്ല, ഒരു സാധാ മനുഷ്യൻ സിനിമയോടുള്ള ഇഷ്ടവും സ്നേഹവും കൊണ്ട് വന്ന് അദ്ദേഹം എടുക്കാമെന്ന് പുള്ളി വിചാരിച്ചത്ര സംഭവം കയ്യിൽ നിന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഭിക്ഷ യാചിക്കുന്നത് പോലെ സംസാരിച്ചു. 17 ലക്ഷം ഉണ്ടെങ്കിലേ ഞാനത് ചെയ്യൂ മോനെ, അതുകൊണ്ട് മോനെ ഇപ്പൊ തിരിച്ചു പോകും. പറ്റില്ല, നിങ്ങൾ വിചാരിക്കും പോലെ അല്ല. ഞാൻ പടത്തിൽ ജോയിൻ ചെയ്യില്ലാന്നുള്ളത് ഈ സിനിമാ ലോകം എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിക്ക് മനസ്സിലാവില്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ₹1 കടം നിർത്തി പോന്നാൽ അഭിനയിക്കാൻ ചെന്നിട്ട് അഡ്വാൻസ് വന്ന് ബാക്കി നമുക്ക് റിലീസിന് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 10 പൈസ കിട്ടില്ല എന്നുള്ളത് സുരേഷ് ഗോപിക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് സുരേഷ് ഗോപി അങ്ങനെ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. അദ്ദേഹം പറഞ്ഞത് ഒരു സിനിമാക്കാരനാകുമ്പോൾ 100% സിനിമാക്കാരനായിരിക്കുക, ഒരു രാഷ്ട്രീയക്കാരനാകുമ്പോൾ 100% രാഷ്ട്രീയക്കാരൻ. അതാണ് സുരേഷ് ഗോപിയുടെ ഒരു നയം. സുരേഷ് ഗോപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ അഹങ്കാരമൊന്നും ഇല്ലാത്ത ഒരു പാവ മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഈ രാഷ്ട്രീയത്തിലേക്ക് വരേണ്ട ഒരു കാര്യമില്ല. എത്ര കോടികളാണെന്നറിയാം അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ നഷ്ടപ്പെട്ടത്. അദ്ദേഹത്തിന് വെച്ചിട്ടുണ്ടെങ്കിൽ അർഹിക്കുന്ന സ്ഥാനം പോലും കിട്ടിയില്ല. അദ്ദേഹത്തിന് ഒരു കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൂപ്പർക്ക് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിനെ ആക്കേണ്ട ഒരാളാണ്. അതാക്കിയില്ല, സഹമന്ത്രി ആക്കി അദ്ദേഹത്തിനെ അവിടെ നിന്ന് ഇരുത്തി. പക്ഷെ അത് സഹമന്ത്രി ആകുമ്പോൾ അദ്ദേഹത്തിന് എന്ത് ശമ്പളം ഉണ്ടാവുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. നമുക്കിപ്പോൾ ഒരു വലിയൊരു പൊസിഷൻ എന്ന് പറയാമെന്നല്ലാണ്ട് വലിയ കോടികളുടെ ആസ്തിയുള്ള ഒരു നടനൊന്നല്ല ഈ വിജയുടെ പോലെ രാഷ്ട്രീയത്തിൽ ഇറങ്ങി നോക്കുന്നത്. സുരേഷ് ഗോപിയുടെ നല്ല കാലത്ത് കുറച്ച് പടങ്ങൾ അഭിനയിച്ചു, കുറേ പടങ്ങൾ ഫ്ലോപ്പായി. അപ്പോഴാണ് മൂപ്പര് ഈ സിനിമയിലേക്ക് ഇറങ്ങാനായിട്ട് തീരുമാനിച്ചത്. സിനിമയിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ മൂപ്പര് സാമ്പത്തിക ഭദ്രത കുറഞ്ഞു വരിക. മകളുടെ കല്യാണം കഴിഞ്ഞോട് കൂടിയിട്ട് മൂപ്പരാകെ കീശ കീറിയിരിക്കുക. അതേപോലെ തന്നെ മക്കളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥിതിയിൽ എത്തിയില്ല. സിനിമയിൽ 2 മക്കളും ക്ലച്ച് പിടിക്കില്ല. എനിക്ക് ക്ലച്ച് പിടിക്കുന്നു തോന്നുന്നില്ല. അപ്പോൾ ഇത്രയും പ്രായമായിട്ട് 60 വയസ്സുകൊണ്ട് കഴിഞ്ഞുണ്ട്. 60 വയസ്സ് കഴിഞ്ഞാൽ സുരേഷ് ഗോപി വീണ്ടും സിനിമയിലേക്ക് ഇറങ്ങണം എന്നുള്ള പ്രതീക്ഷയിലാണ് ഇലക്ഷൻ നിന്നതും ജയിച്ചതും മന്ത്രിയായതും. അപ്പോൾ അന്നൊരു വാക്കുണ്ടായിരുന്നു, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സിനിമ കൂടി ഒരു കൊല്ലത്തിൽ ഒരു സിനിമയിലും 2 സിനിമയിലും ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കണമെന്ന്. പക്ഷേ മൂപ്പർക്ക് ആ അവസരം കിട്ടിയില്ല. കിട്ടാണ്ടായപ്പോൾ മൂപ്പർക്ക് ഭയങ്കര ടെൻഷനായി. മൂപ്പര് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഞാൻ മന്ത്രിസ്ഥാനം ഒഴിവാവുക, ഞാൻ MP സ്ഥാനം മാത്രം മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ അടുത്ത് തന്നെ മന്ത്രിസഭ പുനഃസംഘടന ഉണ്ടാവും കേന്ദ്രത്തിൽ. അപ്പോൾ എന്തായാലും മന്ത്രിസ്ഥാനം മാറി സുരേഷ് ഗോപി വീണ്ടും MP ആയിട്ട് മാറും. MP ആയിട്ട് മാറി കഴിഞ്ഞാൽ മൂപ്പർക്ക് സിനിമയിൽ അഭിനയിക്കാം. സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 8 കോടി 10 കോടി ഇപ്പോൾ റെമണ്ടേഷൻ മേടിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് സുരേഷ് ഗോപി. ആ ആൾക്ക് നക്കാപ്പച്ച ശമ്പളമാണ് ഈ മന്ത്രിക്ക് MP-ക്കൊക്കെ കിട്ടുക. വലിയ പദവിയൊക്കെയാണ്, ഇന്ത്യയിൽ മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറാം, സഹമന്ത്രിയാണ്, എല്ലാം കാര്യങ്ങളൊക്കെ ശരി. ഇതൊന്നും ഈ ഇത്രയും കോടികൾ സമ്പാദിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രായം കൂടി വരിക. ഇനി കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിനിമാക്കാർക്കും വേണ്ടാണ്ടാവും. ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ആരോഗ്യം, അതുപോലെ തന്നെ ചെയ്യുന്ന കഥാപാത്രങ്ങളൊക്കെ പണ്ട് ചെയ്തതിനേക്കാളും അഭിനയം പഠിച്ചു. ഭയങ്കരധികം ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട് സുരേഷ് ഗോപിനെ. അപ്പോൾ അതുകൊണ്ട് സുരേഷ് ഗോപി ഇനി വന്നാൽ രക്ഷപ്പെട്ടു പോകും. അന്നും സൂപ്പർ സ്റ്റാർ, ഇനിന്നും മെഗാ സ്റ്റാർ ആവാം. അപ്പോൾ അതിനുള്ള ചെറുപ്പം സുരേഷ് ഗോപിക്ക് ഉണ്ട്. ഞാൻ ഒരുപാട് ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപിനെ. സുരേഷ് ഗോപിയുടെ എല്ലാ പടങ്ങളായാലും അത് നിങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ മമ്മൂട്ടിയേക്കാളും നമ്മുടെ മോഹൻലാലിനേക്കാളും മലയാളത്തിൽ ഏറ്റവും സുന്ദരൻ ആരാന്ന് ചോദിച്ചാൽ സുരേഷ് ഗോപിന്. സുരേഷ് ഗോപിയിലെ സുന്ദരൻ വേറെ ആരാളുള്ളത്? ശരിക്കും പറഞ്ഞാൽ 6 അടിയിലും മേലെ ഹൈറ്റാണ്. അപ്പോൾ ഞാൻ സുരേഷ് ഗോപിനെ കണ്ടിട്ടുണ്ട്. സുരേഷ് ഗോപി അടുത്ത് നിന്നിട്ടുണ്ട്, അപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. മൂപ്പരെ മോളുടെ കല്യാണത്തിന് പോയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാവുന്നൊരു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയണത്, അഹങ്കാരം ഒട്ടുമില്ലാത്ത സിനിമയിലേക്ക് തിരിച്ചു വരിക, MP ആയിട്ട് ഇരുന്നാൽ മതി. ഇപ്പോൾ പലരും തൃശ്ശൂർ MP ആയിട്ട് സുരേഷ് ഗോപി ഒന്നും ചെയ്തില്ല, സുരേഷ് ഗോപി തിരിഞ്ഞു നോക്കില്ല എന്ന് പറയും. അതൊക്കെ ഒരു വെറുതെ പറയണത്. അതൊക്കെ സുരേഷ് ഗോപിയുടെ സാന്നിധ്യം തൃശ്ശൂർ എല്ലായിടത്തും ഉണ്ട്. അദ്ദേഹം എല്ലായിടത്തും ആക്റ്റീവാണ്. അദ്ദേഹം MP ആയി നമുക്ക് വളരെയധികം സന്തോഷമാണ്. ഇതിനു മുമ്പ് കുറേ MP-മാരുണ്ടായിരുന്നു, അവരെ കാണാൻ പോലും കിട്ടിയാണെന്നില്ല. ഈ പറയുന്ന ആൾക്കാരൊക്കെ ഒന്ന് ചിന്തിക്കുക നോക്ക്. അവരൊന്നും ആ MP-മാരെ പേരൊന്നും ഈ അടുത്ത് പറയുന്നില്ല എന്ന് മാത്രം.
അപ്പോൾ അതിനേക്കാളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് സുരേഷ് ഗോപി. തൃശ്ശൂരിനൊരു അഭിമാനമാണ്, തൃശ്ശൂരിൻ്റെ ഞങ്ങളുടെ ഒരു അഹങ്കാരം കൂടിയാണ് സുരേഷ് ഗോപി. കാരണം എന്താണ്, ഞങ്ങൾക്കൊരു കേന്ദ്രമന്ത്രിനെ കിട്ടി, ഞങ്ങൾക്കൊരു MP കിട്ടി. ഇത്രയും കാലങ്ങളായിട്ട് അതിൽ നിന്ന് ഒരു കോട്ടം സുരേഷ് ഗോപി വരുത്തിയിട്ടില്ല. പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാർ കാശ് ചോദിച്ചു എന്നാലേ വരുള്ളൂ. എന്തിനാണ് കാശില്ലാത്ത ആൾക്കാർ സിനിമ പിടിക്കാൻ പോകുന്നത്? പെണ്ണിനെ കെട്ടുതാരിയോ അല്ലെങ്കിൽ നമ്മുടെ ആധാരമൊക്കെ പണയം വെച്ച് സിനിമ എടുക്കുന്ന ആൾക്കാരൊന്നും സിനിമയിലേക്ക് വരണ്ടാട്ടാ. ഇതൊരു കേസ് ചീട്ടുകളിയാണ്, ഒരു ഗാംബ്ലിങ്ങാണ്. ഈ ഗാംബ്ലിങ്ങിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാശുണ്ടെങ്കിൽ മാത്രമേ ഈ പണിക്ക് വരിക. നിങ്ങൾക്കിപ്പോൾ സുരേഷ് ഗോപി പരിചയമുണ്ട്, മമ്മൂട്ടി പരിചയമുണ്ട്, മറ്റുള്ള നടന്മാരെ പരിചയമുണ്ട്. അവരൊക്കെ നിങ്ങൾക്ക് റിഡക്ഷൻ തരും, അവരൊന്നും കാശ് മേടിക്കില്ല എന്നൊക്കെ വിചാരിച്ച് തെറ്റിദ്ധരിച്ച് നിങ്ങൾ ആരെങ്കിലും സിനിമയിൽ കൊണ്ട് ചാടിച്ചതാവുള്ളൂ. അതൊക്കെ വെറുതെയാണ്. കാശുണ്ടെങ്കിൽ ഇക്കാലത്ത് ജീവിക്കാൻ പറ്റുള്ളൂ. കാശുള്ള ഒരു സിനിമ പിടിക്കാൻ വന്നാൽ മതി. നടന്മാരെ കയ്യിൽ നിന്ന് കാശ് പണ്ട് നസീർ ഇതുപോലെ തന്നെ കുറേ ചെക്കുകൾ മേടിച്ചിട്ട് അതിൻ്റെ മുകളിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. അതുപോലെയുള്ള നടന്മാരൊന്നല്ല ഇപ്പോൾ. ഒക്കെ പാടത്ത് പണി, വരമ്പത്ത് കൂലി, അങ്ങനെ കഴിവുള്ള ആൾക്കാർ സിനിമയിലേക്ക് വന്നാൽ മതി. അല്ലാത്തവരൊന്നും ഈ സിനിമയിലേക്ക് വന്നിട്ട് ഇനി വെറുതെ സിനിമേനെ കുറ്റം പറയാനോ അല്ലെങ്കിൽ തൂങ്ങിച്ചാവാനോ മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നിൽക്കണ്ട. അതിൻ്റെ ലാസ്റ്റ് നടന്മാർക്കായുള്ള കുറ്റം മുഴുവൻ അവർ കാശ് ചോദിച്ചു. അവർ കാശ് ചോദിക്കാൻ പാടില്ലേ? അവർ കഷ്ടപ്പാട് എന്താണെന്നറിയാം. നമ്മൾ ഈ ഇരുന്ന് പറഞ്ഞ ഒരു ജോലി പോലെയൊന്നുമല്ല സിനിമ. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീൻ, അതൊരു ടേക്ക് ഓക്കെ ആവണമെങ്കിൽ എത്ര പ്രാവശ്യം അവിടെ നിൽക്കണമെന്നറിയാം. ഈ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല. എപ്പോൾ വേണമെങ്കിലും എന്ത് അപകടം പറ്റാം. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഡബ്ബിങ് ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ ടാസ്ക്കാണ്. അപ്പോൾ ഇത്രയും വലിയ ടാസ്കൊക്കെ അവർ ഉപയോഗിച്ച് അവരവരെ സമയം കളഞ്ഞ് അവരത്രയും കഷ്ടപ്പെട്ട് ഒരു സിനിമയിൽ അഭിനയിച്ച് പിന്നെ പൈസ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നടനെ സമ്മതിക്കുക? അങ്ങനെ സമ്മതിക്കുന്ന നടന്മാരുണ്ടായിരുന്നു, അവരൊക്കെ മരിച്ചുപോയി. ഇപ്പോഴുള്ള ആരെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു ഫേവർ നിങ്ങൾ ആരും പ്രതീക്ഷിച്ച് ഒരു നിർമ്മാതാക്കളും സിനിമ പിടിക്കാൻ വരണ്ട. എന്നിട്ട് സുരേഷ് ഗോപിക്ക് ഉള്ള കുറ്റം, ആ പാവം ഇപ്പോൾ 10 വയസ്സിലാണ്ട് ഗതി പിടിക്കാണ്ടിരിക്കുക, കടത്തലാണ് മൂപ്പര് ഇരിക്കുന്നത്. ആ കേന്ദ്രമന്ത്രി സ്ഥാനം കൊണ്ട് നടക്കണോടത്തോളം കാലം ഇനി സിനിമ ചെയ്യാൻ പറ്റില്ല. ഒറ്റക്കൊമ്പെന്ന് പറഞ്ഞൊരു പടം വരുന്നുണ്ട്, എത്ര പടങ്ങളാൾ ക്യാൻസൽ ചെയ്തെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് സുരേഷ് ഗോപി അത്രയും നല്ലത്. അന്ന് ഒരു 100% കലാകാരനാണ്. ആ കലാകാരൻ സിനിമയിൽ വിട്ടു പോകരുത്, സിനിമയും കൂടി ചെയ്യുക. ഒരു കൊല്ലത്തിൽ 2 സിനിമയിലും ഞങ്ങൾക്ക് സുരേഷ് ഗോപിയെ കാണണം. അതുണ്ടാവും നാളെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം.